പളനിക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ സേഫായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു ഇടം, അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്, ഡിവൈൻ ഫോർട്ട്. പ്രീമിയം ക്വാളിറ്റി റൂം, ഫുഡ്, അറ്റ്മോസ്ഫിയർ ഒക്കെ നോക്കുന്നവർക്ക് നല്ല ഒരു ചോയ്സാണ് ഡിവൈൻ ഫോർട്ടിലെ താമസം. പളനിമലയ്ക്ക് സമീപം നമുക്ക് 300 രൂപ മുതൽ റൂമുകൾ അവൈലബിൾ ആണ്. ഈ ഹോട്ടലിൻ്റെ നേരെ മുന്നിൽ കാണുന്നതാണ് പളനിമല. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ അകത്തോട്ടേക്ക് കയറി. അകത്ത് കയറുമ്പം തന്നെ നല്ല അടിപൊളി സെറ്റപ്പാണ്. ഫ്രണ്ടിൽ കുറച്ച് സോഫയൊക്കെ ഇരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ റിസപ്ഷനും. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത റൂമിൻ്റെ ചാർജ് വരുന്നത് 4300 ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം, 214 നമ്പർ റൂം. നല്ല അടിപൊളി റൂം, നല്ല വലിയ ബെഡ്, അടിപൊളി ബെഡ്, 3-4 പില്ലോ, ഒരു സോഫ, TV, ഇവിടെ വലിയൊരു മിററുണ്ട്, പിന്നെ ടോയ്ലറ്റും കൂടി നമുക്ക് കളയാം. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ്. കയറുമ്പോൾ തന്നെ ഒരു വാഷ് ബേസിന്, യൂറോപ്യൻ ക്ലോസറ്റ്, ഇവിടെ നല്ല മിറർ, പിന്നെ ഒരു ബാത്തിങ് ഏരിയ. അപ്പം എൻട്രൻസ് ഡോറിൻ്റെ ഇവിടെ തന്നെ ഒരു നല്ലൊരു അലമാരയുണ്ട്, ഷെൽഫ്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് കൂടി നോക്കാം. നല്ല സ്പേസ് ഉണ്ട്, ഡ്രസ്സൊക്കെ വെക്കാനുള്ള ഇതുണ്ട്, ഒരു ബെൽപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു ലോക്കറും ഉണ്ട്. ഗോദ്രേജിൻ്റെ ഒരു ലോക്കറും ഉണ്ട്. എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകുന്ന സമയത്തൊക്കെ വെക്കാം. ഇനി ഒരു ഷെൽഫ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ റൂമിൽ ഉള്ളത്. ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് നല്ലൊരു റൂമിൽ തന്നെ താമസിക്കാമെന്ന് വെച്ചിട്ടാണ് ഇവിടെ റൂം എടുത്തത്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ അധികം റൂമുകൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ, പളനീൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഈ ഹോട്ടലും ഉള്ളത് പളനി അമ്പലത്തിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. പക്ഷേ വെഹിക്കിൾസ് ഇങ്ങോട്ടേക്ക് അലൗഡ് അല്ല. വെഹിക്കിൾസ് അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് വേണം നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോട്ടലിൽ പുറത്ത് ഒരു വണ്ടി വെച്ചിട്ട് വേണ്ടിയിട്ട് നമ്മൾ റിസപ്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് ഇല്ല, മറ്റുള്ളവരുടെ വണ്ടി ഇങ്ങോട്ടേക്ക് അലൗഡ് അല്ല എന്നാണ്. അങ്ങനെ രാവിലെയായി, ഒരാൾ ഇവിടുന്ന് റെഡി ആകുന്നുണ്ട്. നമ്മളിന്നിപ്പോൾ രാവിലെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും. ഇതാണ് നമ്മളെ ബെഡ്, ഇതാണ് നമ്മളെ റൂമിൻ്റെ കോലം. ഇപ്പോഴത്തെ ഡിവൈൻ ഫോർട്ടിലാണ് നമ്മൾ താമസിച്ചത്. നല്ല പ്രീമിയം ക്വാളിറ്റി റൂമാണ്, നല്ല ബെഡാണ്, നല്ല സർവീസാണ് ഇവിടുത്തെ. ഇന്നലെ ഉച്ചക്കത്തെ ലഞ്ച്, ഡിന്നർ എല്ലാം ഇവിടുന്ന് തന്നെയാണ് നമ്മൾ കഴിച്ചത്. നല്ല ഫുഡാണ്. പിന്നെ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് മടങ്ങും. അപ്പം പളനിയിൽ വരുന്നവർ അത്യാവശ്യം നല്ല രീതിയിൽ താമസിക്കണം എന്നുള്ളവർക്ക് നല്ല ബെസ്റ്റ് ചോയ്സാണ് ഡിവൈൻ ഫോർട്ട്. പളനീൻ്റെ തൊട്ടിപ്പുറം തന്നെ കോമ്പൗണ്ടിൽ തന്നെയാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പളനീൻ്റെ ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് മറ്റുള്ള വാഹനങ്ങളൊന്നും വരില്ല. അപ്പോൾ വാഹനങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടന്നിട്ട് വരേണ്ടി വരും. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇപ്പുറം തന്നെ ഇവരെ മറ്റേ ഇന്നലെ കാണിച്ച ആ ചെറിയ വണ്ടീൻ്റെ ഷട്ടിൽ സർവീസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് അവർ കൊണ്ടാക്കുകയും ചെയ്യും. അതിലൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡിവൈൻ ഫോർട്ട് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി റൂംസ് ഒക്കെ വേണമെങ്കിൽ പളനിയിൽ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ, ഫാമിലി ആയിട്ടും ഒക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ അടിപൊളി ഹോട്ടലാണ് ഡിവൈൻ ഫോർട്ട്. ഇന്നിനിയിപ്പം ഇവിടുന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് നമ്മൾ മടങ്ങും. അപ്പം ഡിവൈൻ ഫോർട്ടിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.